ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ മേഖല നവമി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ ഇതാ ശ്രീനാഥ് ഭാസി, പ്രയാഗ അമർ എന്ന രണ്ട് യുവതാരങ്ങളുടെ പേരുകളാണ് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരുടെ പേരുകൾ വലിയ തരത്തിൽ സംശയ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. ഏറ്റവും പ്രധാനമായി സ്വാമി, ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് കരുതുന്നു. ഏറ്റവും പ്രധാനമായി ഈ രണ്ട് ആളുകളെ ചോദ്യം ചെയ്തേ മതിയാകൂ. കാരണം എന്തിനാണിവർ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിന്റെ റൂമിലെത്തിയത്? അയാളുമായി ഇവർക്കുള്ള ബന്ധം എന്താണ്? എന്തായിരുന്നു അവിടെ പോകേണ്ട ആവശ്യം? അങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. അപ്പോൾ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും ഭവ്യ, ഈ കേസിന്റെ തുടർ നടപടികളിലേക്ക് പോകണമെങ്കിൽ ഈ രണ്ട് താരങ്ങളെയും ഒപ്പം മറ്റുള്ളവരെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഓം പ്രകാശിന്റെ കയ്യിൽ ഇന്നലെ പിടികൂടുന്ന സമയത്ത് തന്നെ അമിതമായിട്ടുള്ള ലഹരി കുപ്പികളും ഒപ്പം കൊക്കൈനും ഈ ഒപ്പം ഉണ്ടായിരുന്ന ഷിഹാസിൽ നിന്നും കൊക്കൈനും പിടികൂടിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഓം പ്രകാശിനെ കാണാനെത്തേണ്ടത്? അതും കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവ് കൂടിയാണ് ഓം പ്രകാശ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇങ്ങനെ ഒരു കേസിൽ പിടികൂടുമ്പോൾ എന്തിനാണ് ഓം പ്രകാശിനെ കാണാൻ ഈ സിനിമാ താരങ്ങൾ അവിടെ എത്തിയതെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ ലഹരി ഇടപാടുകൾ, അതായത് ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മദ്യം വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാട് ഓം പ്രകാശുമായിട്ടുണ്ടോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ളത്. അത് വിശദമായി അറിയണമെങ്കിൽ ഇവരെ കൂടി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്, ഓം പ്രകാശിൽ നിന്നും വിശദമായ മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട്. കോടതിയിൽ ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു പോലീസ് വാദിച്ചത്. പക്ഷെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്താൽ മാത്രമാണ് ഓം പ്രകാശിനെ ജാമ്യം നൽകി വിട്ടയച്ചിരിക്കുന്നത്. എന്തായാലും ജാമ്യത്തിൽ ഏതെങ്കിലും ഉപാധികൾ ഉണ്ടോ എന്ന് നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ സാധിക്കും. കോടതിയിൽ നിന്ന് അല്പസമയത്തിന് മുൻപാണ് ജാമ്യം ലഭിച്ചത്. ഇനി പോലീസ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോടതി അത്തരത്തിലൊരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ, എന്തായാലും ഈ താരങ്ങളിലേക്കുള്ള അന്വേഷണത്തിലേക്കും ഓം പ്രകാശിന്റെ മൊഴിയെടുപ്പ് അത് നിർണായകമാകും. എന്തിനാണ് അവർ ഓം പ്രകാശിനെ കാണാൻ എത്തിയതെന്നുള്ള ചോദ്യത്തിന് ഓം പ്രകാശിൽ നിന്നും ഉത്തരം കിട്ടണം. ഒപ്പം തന്നെ ഈ സിനിമാ താരങ്ങൾ എന്തിനാണ് ഈ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു ഗുണ്ടാ നേതാവിന്റെ മുറിയിലെത്തി ഇന്നലെ കണ്ടത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ശ്രീനാഥ് ഭാസിയുടെയും പ്രയാഗ മാർട്ടിന്റെയും പേരെടുത്തുകൊണ്ടുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് തയ്യാറാക്കിയത്. അതിൽ മറ്റ് 20ഓളം ആളുകളുടെ പേരും പരാമർശിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഓം പ്രകാശിന്റെ പേരിലല്ല മുറിയെടുത്തത്, ചലപതിയെ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ പേരിലാണ്. ഇനി അത് ആരാണെന്ന് കൂടി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുമുണ്ട്. തീർച്ചയായും നവമി, ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് 20ഓളം പേർ ഏറ്റവും പ്രധാനമായി ഓം പ്രകാശിന്റെ മുറിയിൽ എത്തിയിരുന്നു എന്നുള്ള വിവരങ്ങൾ വരുന്നു. അതിലിപ്പോൾ നമ്മൾക്ക് ലഭിച്ച പേര് ശ്രീനാഥ് ഭാസിയും പ്രയാഗ അമർ എന്ന യുവ താരങ്ങളെയാണ്. അപ്പോൾ അവിടെയൊന്നും നിൽക്കില്ല കാര്യങ്ങൾ, അതിലും വലിയ ബന്ധമുണ്ട്. സിനിമാ മേഖലയിൽ അത്രമാത്രം ബന്ധമുള്ള ഒരാളാണ് ഈ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സിനിമയിലെ പലർക്കും ഇയാളുമായി അടുത്ത ബന്ധമുണ്ട് എന്ന് വേണമെങ്കിൽ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അല്ലാതെ ഒരിക്കലും അയാളെ തേടി ആ റൂമിലേക്ക് ഇവർ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും പുറത്തു വരാനുണ്ട്, അല്ലെ? തീർച്ചയായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഭവ്യ, സിനിമ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ തുടങ്ങിയവരും ബിനു, ബൈജു, അനൂപ്, ഡോൺ ലൂയിസ്, അരുൺ, അലോഷ്യസ്, സ്നേഹ, ടിപ്സൺ, ശ്രീദേവി, നവാസ്, രൂപ, പപ്പി തുടങ്ങിയ 20ഓളം ആളുകളും ഓം പ്രകാശിനെ കാണുന്നതിനായി വന്നിട്ടുള്ളതായി അറിവുള്ളതാണ് എന്നുകൂടിയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന, അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ള 2 പേര് അല്ലാതെ മറ്റ് 20ഓളം പേരുകളുണ്ട്. അത് ആരൊക്കെയാണെന്ന് ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ഇത്തരം പേരുകൾ, ഈ അനൂപ്, ബൈജു, ടിപ്സൺ എന്നുൾപ്പെടെയുള്ള പേരുകൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് ആരൊക്കെയാണെന്ന് അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ഇവരെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സിനിമാ താരങ്ങളായിട്ടുള്ള 2 പേർ, ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ, ഇവരെന്തിനാണ് ഓം പ്രകാശിന്റെ മുറിയിലെത്തി ഓം പ്രകാശിനെ സന്ദർശിച്ചത് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗം വലിയ രീതിയിൽ വർദ്ധിക്കുന്നു എന്നുള്ള രൂക്ഷമായിട്ടുള്ള പരാമർശം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അടക്കമുള്ള സാഹചര്യത്തിലാണ്
സിനിമാ മേഖലയിലെ 2 യുവതാരങ്ങൾ കുപ്രസിദ്ധനായിട്ടുള്ള ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കാണാനെത്തിയെന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യുമെന്നുള്ളൊരു ഉറപ്പാണ്. മരട് പോലീസാണ് ഇവരുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള റിമാൻഡ് റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ വൈകുന്നേരമാണ് ഓം പ്രകാശിനെ കൊച്ചിയിലുള്ള ആഡംബര ഹോട്ടലിൽ വെച്ച് ലഹരിയും ഒപ്പം മദ്യക്കുപ്പിയും കൈവശം വെച്ചതിന്റെ പേരിൽ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. പിന്നീട് രാവിലെയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് കോടതിയിൽ ഹാജരാക്കിയെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ, അതായത് ഇവർ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എന്ന് നിരീക്ഷണം നടത്തിക്കൊണ്ടാണ് ജാമ്യം കോടതി അനുവദിച്ചത്. പക്ഷെ അപ്പോഴും ബാക്കിയായി നിൽക്കുന്ന ചോദ്യം, എന്തിനാണ് ഈ 2 സിനിമാ താരങ്ങളും ഓം പ്രകാശിനെ കാണാൻ ഇന്നലെ വൈകുന്നേരം ഹോട്ടലിൽ എത്തിയത്? അവർ ഇന്നലെ ബോൾഗാട്ടിയിൽ നടന്ന ഡി ജെ പാർട്ടി, അതായത് പ്രശസ്തനായിട്ടുള്ള സംഗീതജ്ഞൻ അലന്റെ ഷോ കാണുന്ന ഡി ജെ പാർട്ടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഓം പ്രകാശ് അവിടെ എത്തിയതെന്നൊരു മൊഴിയാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത്. അങ്ങനെയാണെങ്കിൽ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും ആ ഷോയിൽ പങ്കെടുത്തോ എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അതിന് മുന്നോടിയായാണോ, ലഹരി ഇടപാടുകൾ നടത്തുന്നതിനോ ലഹരി വാങ്ങുന്നതിനോ വേണ്ടിയാണോ ഇവർ രണ്ടുപേരും ഇന്നലെ ഹോട്ടലിൽ എത്തി ഓം പ്രകാശിന്റെ മുറിയിലേക്ക് എത്തിയതെന്നും ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ ഇതിനോടകം തന്നെ ശ്രീനാഥ് ഭാസിനെയും പ്രയാഗ മാർട്ടിനെയും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇരുവരും ഫോൺ എടുത്തിട്ടില്ല. നമുക്ക് വരും മണിക്കൂറിൽ അവരുടെ പ്രതികരണവും ലഭ്യമാകും. ശ്രീനാഥ് ഭാസി നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ സിനിമാ മേഖലയിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ചിലരുടെ പേരുകളിൽ ശ്രീനാഥ് ഭാസിയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. പൊതു ഇടങ്ങളിൽ ചില ഇന്റർവ്യൂകളിൽ അടക്കം ഈ അവതാരകരോട് മോശമായി പെരുമാറി എന്ന തരത്തിലുള്ള ഒരുപാട് വിമർശനങ്ങളും ഒപ്പം കേസുകളും ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ശ്രീനാഥ് ഭാസി. ശ്രീനാഥ് ഭാസിയുടെ ഒരു ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വലിയ വിമർശനം സോഷ്യൽ മീഡിയകളിലും ഒപ്പം ഈ സഹപ്രവർത്തകരുടെ ഇടയിൽ നിന്ന് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇങ്ങോട്ട് സിനിമാ മേഖല അങ്ങേയറ്റം നാണം കെട്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ വീണ്ടും അതിന് പിന്നാലെയാണ് ഈ ലഹരി കേസ് അന്വേഷണത്തിൽ സിനിമയിലെ 2 യുവതാരങ്ങളുടെ പേരുകൾ സംശയമില്ലായി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്.